ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. UDF സ്ഥാനാർത്ഥിയായി 4ാം തവണ ശശി തരൂർ മത്സരിക്കുമ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് NDA സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജനകീയനായ പന്ന്യൻ രവീന്ദ്രനാണ്. വെണ്ണച്ചൂട് വകവയ്ക്കാതെ മണ്ഡലത്തിലുടനീളം എത്തി വോട്ടർമാരെ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. 3 സ്ഥാനാർത്ഥികളെ കുറിച്ചും അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായമാണ് വോട്ടർമാർക്കുള്ളത്. പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ ജനത വോട്ടർമാരെ പ്രബുദ്ധരെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രബുദ്ധത അവർ തെളിയിക്കാൻ പോകുന്നത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്താണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ സ്വയം തെളിയിച്ച ഒരു വ്യക്തിത്വമാണ്. വികസനമാണ് നമ്മുടെ വിഷയം. രാഷ്ട്രീയം പലർക്കും പലതുണ്ടാകാം, പക്ഷെ വികസനം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ്. ഇവിടെ മാറ്റുരയ്ക്കപ്പെടുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് തീർച്ചയായിട്ടും സിറ്റിംഗ് MP ഡോക്ടർ ശശി തരൂറാണ്. അദ്ദേഹം 15 വർഷം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചു. കോൺഗ്രസ് ഇതുപോലെ എപ്പോഴും ചില കഴിവുകെട്ട സ്ഥാനാർത്ഥികളെ ഇങ്ങനെ നിർത്താറുണ്ട്. ശശി തരൂരിന്റെ വലിയ കഴിവുള്ള മനുഷ്യനെന്ന് പറഞ്ഞ് 15 വർഷം കൊണ്ട് നിർത്തി. അദ്ദേഹത്തിന് സൗന്ദര്യം ഉണ്ടാകാം, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടാകാം, അദ്ദേഹം നല്ലതുപോലെ എഴുതുന്നയാളാണ്, സംസാരിക്കുന്നയാളാണ്, കാണാൻ കൊള്ളാം. ഇതൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്കൊരു വിവാഹ മാർക്കറ്റിൽ ഒരു വരന്റെ ഗുണങ്ങളായിട്ട് പറയാം. പക്ഷെ ഇതെല്ലാം ഒരു MP-യുടെ ഗുണങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് അത് ജനങ്ങൾക്ക് സ്വീകാര്യം അല്ലാതായി പോകുന്നത്. ബാഴ്സലോണ പോലെ ആക്കും, ട്വിൻ സിറ്റി ആക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈക്കോടതി ബെഞ്ച് എന്തെല്ലാം വാഗ്ദാനങ്ങൾ, ഒന്നും നടന്നില്ല. വെറും ഹൈമാസ്റ്റ് ലൈറ്റും അംഗൻവാടി കെട്ടിടവും ബസ് സ്റ്റോപ്പിലും ഒതുങ്ങുന്നതാണ് MP-യുടെ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ഒരു MP-ക്ക് ഒരു വർഷം 7 കോടി രൂപയാണ് വികസനത്തിന് കിട്ടുന്നത്. ആ 7 കോടി രൂപ എന്തെങ്കിലും ചെയ്യണ്ടേ? ആളുകൾ ചെന്ന് ഞങ്ങൾക്കൊരു ഹൈമാസ്റ്റ് ലൈറ്റ് വേണമെന്ന് പറയുമ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കും. ഇതല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിൽ ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആ സമയത്താണ് നമുക്ക് ഇപ്രാവശ്യം BJP വളരെ അഭിമാനത്തോടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. പാർലമെന്റിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ് കൂടുതൽ സാധ്യത ഉള്ളത്. മുൻകാലങ്ങളിലും പുള്ളി നിന്ന് 70,000 വോട്ടോളം ലീഡ് ചെയ്താണ് MP ഇലക്ഷൻ ജയിച്ചിട്ടുള്ളത്. അത് പുള്ളിയുടെ പ്രവർത്തനവും വളരെ മെച്ചമായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പുള്ളിയെ കുറിച്ച് വേറെ അലിഗേഷൻ ഒന്നുമില്ല. പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കാൻ. പറഞ്ഞുണ്ടോ ഇലക്ഷനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ? നമ്മളെ തിരുവനന്തപുരം മണ്ഡലത്തിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. കൂടാതെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് വി ജോയ് സഖാവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടി നല്ല കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം സഖാവും വൻ ഭൂരിപക്ഷത്തോടെ ഇവിടെ ജയിക്കുമെന്നുള്ളത് നമ്മൾ ഉറപ്പ് തരുന്നു. കൂടാതെ തന്നെ ഇപ്പോഴത്തെ BJP സർക്കാരിൻ്റെ ജനവിരുദ്ധമായ പരിപാടികളെല്ലാം ജനങ്ങളെ മൊത്തത്തിൽ തച്ചുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തണമെങ്കിൽ ഇടതുപക്ഷം വന്നാൽ മാത്രമേ. ഇപ്പോൾ തന്നെ നമ്മൾ ഇലക്ട്രിക് ബോണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നവമാധ്യമങ്ങൾ മുഖേന പത്രങ്ങൾ മുഖേന നമ്മൾ അറിയുകയുണ്ടായി. അപ്പോൾ അതിലെല്ലാം വ്യത്യസ്തമായി ഇടതുപക്ഷ പ്രസ്ഥാനം ഇതിലൊന്നിലും ഒരു ഇലക്ട്രിക് ബോണ്ട് പോലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത് തന്നെ ഈ ഇടതുപക്ഷം ഈ പാർലമെൻറ്റിൽ വ്യത്യസ്തമായ ഒരു ശബ്ദം ഉയർത്താനുള്ളൊരു നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ കടമകളും ഉള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു
എന്താ പറയുക കടമയാണ് വോട്ട് ചെയ്യലെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇലക്ഷൻ സമയത്ത് തീർച്ചയായിട്ടും പോളിംഗ് ബൂത്തിലെത്തുക, നിങ്ങൾ വോട്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വ്യക്തികളെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെയോ നോക്കി വോട്ട് ചെയ്യാതെ നമ്മുടെ കടമ നിർവഹിക്കുക. ആരെയാണ് ഇഷ്ടം അവരെ വോട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോട്ടാന്നൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. അത് ചെയ്യാനായിട്ടെങ്കിലും തീർച്ചയായിട്ടും പോളിംഗ് ബൂത്തിലെത്തുക. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന ആകാംക്ഷയാണുള്ളത്.